ശ്രീ ജോസഫ് സാറെ, കലാരൂപതയുടെ മുഖ്യ വികാരങ്ങളാണ് മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് കടത്തിൽ, എൻ്റെ പ്രിയങ്കരനായ വികാരിച്ച ശിലമെ, പരിശീലിച്ച വേദിയിലും സദസ്സിലും വിളിക്കുന്ന വൈദികരെ, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പരിശീലനമുള്ള മക്കളെ, വികാരിച്ചന് വായനയുടെ പ്രസ്ഥാനം പറഞ്ഞു 8 മണിക്കൂർ കൊണ്ട് എല്ലാം തീരുന്നില്ല. അച്ഛൻ പറഞ്ഞത് ശരിയാണ്. അച്ഛൻ പറയാനുള്ളതെല്ലാം പ്രാർത്ഥിച്ചും പിള്ളേരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചും അച്ഛന് വാക്കുകൾ പറഞ്ഞു 8 മണിക്കൂർ കൊണ്ട് തീർത്ത്. വാസ്തവത്തിൽ അതാണ് വേണ്ടത്. അദ്ദേഹത്തിൻ്റെ അവകാശമാണ് ഇന്ന് ഈ ഓണത്തിൽ കൂടുതലായിട്ട് സംസാരിക്കുക എന്നുള്ളത്. അച്ഛൻ പള്ളിയിലും വളരെ പ്രധാനമായിട്ട് സംസാരിച്ചു, നന്ദി പറഞ്ഞു. ഇവിടെയും സ്നേഹ പ്രസന്നമായ വാക്കുകൾ കൊണ്ട് എല്ലാവരെയും അച്ഛന് പേരെടുത്ത് പറഞ്ഞ് സ്വാഗതം ചെയ്ത കാര്യം ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ്. ഞാൻ ദിവസം എടുക്കുന്നില്ല, തിരക്കും സ്വാമിമാർക്കെല്ലാം പോകാൻ വലിയ തിരക്കുണ്ട്. ഒരു കാര്യം മാത്രമാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. നമ്മുടെ ഈ മട്ടക്കടിയിലേക്ക് കുരുവനാലിൽ നിന്നും പാലായിൽ നിന്നും ചേർപ്പുകളിൽ നിന്നും എല്ലാം ആളുകൾ വന്ന് കുടിയേറി പാർത്തപ്പോൾ നമ്മളെ അവിടെയെല്ലാം കൂട്ടി യോജിപ്പിച്ച് നിർത്തി. പിന്നീട് നമുക്ക് ആലുവ, അൽഫോൻസാഗിരി, കരിമ്പാനി, മൂടൂര്, മന്നാമറ്റം, ചേക്കുപാറ തുടങ്ങിയ ഇടവകകൾക്ക് ജന്മം കൊടുക്കാനായിട്ട് സാധിച്ചു. അസാധാരണമായ ഒരു സ്വീകരണവും അസാധാരണമായ ഒരു ജനറോസിറ്റിയോട് കൂടിയ ഒരു കൊടുക്കലുമായിരുന്നത്. ഈ പ്രദേശം നല്ല കാർഷിക മേഖലയാണ്, മണ്ണിനെ സ്നേഹിക്കുന്നവരാണ്, അധ്വാനശീലരായ ചേട്ടന്മാരാണ്, അമ്മച്ചിമാരാണ്. ഞങ്ങളുടെ പള്ളി നിശ്ചയിച്ചിട്ട് മറ്റ് അനേകം കാര്യങ്ങൾക്ക് ഈ പരീക്ഷ വളർന്നിരിക്കാനും മറ്റു കാര്യങ്ങൾക്കെല്ലാം നമുക്ക് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നല്ലതുപോലെ മണ്ണിൽ പണിയെടുക്കുന്ന നല്ല ചേട്ടന്മാരാണ് ഇവിടെയുള്ളത്. ഇവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ അവസാനമായിട്ട് നമ്മുടെ വിചാരിച്ചിൻ്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച പള്ളിമുറി പോലെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഇടവകയ്ക്ക് വലിയ വളർച്ചയുണ്ടായി. വലിയ അഭിമാനമുണ്ട്. ഈ ജൂബിലിയെ അച്ഛൻ കണ്ട വിധം ഞാൻ പള്ളിയിൽ സൂചിപ്പിച്ചു. അച്ഛനെ കണ്ണുകൊണ്ട് മാത്രമല്ല കരുണകൊണ്ടും ഹൃദയം കൊണ്ടും ഈ പ്രസ്ഥാനത്തെ അച്ഛൻ നോക്കിക്കണ്ടു. അതുകൊണ്ടാണ് ഈ ജൂബിലി മാതൃദിനമായിട്ട്, അധ്യാപക ദിനമായിട്ട്, പ്രായമായവരുടെ ദിനമായിട്ട്, യുവജനങ്ങളുടെ ദിനമായിട്ട്, സന്യസ്തരുടെ ദിനമായിട്ട്, കമ്മിറ്റിക്കാരുടെ ദിനമായിട്ട്, കുടുംബ കൂട്ടായ്മകളുടെ കൂട്ടായ്മയായിട്ടെല്ലാം കാണാനും വിളിക്കാനും അവരെ അത്തരത്തിൽ കൂട്ടിയോജിപ്പിക്കാനും സാധിച്ചത് എല്ലാം തിരുക്കുടുംബത്തിനോട് നമുക്ക് കിട്ടിയ കാര്യമാണ്. തിരുക്കുടുംബത്തിൻ്റെ നാഥനായ മാറിയ വിഷയത്തിൽ തന്നെ നല്ല പണിക്കാരനായിരുന്നു. കാർപ്പൻതാരിയൂസ് എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടത്. കാർപ്പൻ്റർ, മരപ്പണിക്കാരൻ, തടിപ്പണിക്കാരൻ. അങ്ങനെ ആ പണി അധ്വാനമാണ് വാസ്തവത്തില് ഈ മട്ടക്കടിയിൽ എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത്, സ്വന്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വളർത്താനും സാധിച്ചതിൻ്റെ സന്തോഷമാണ്. ഇവിടെ നമ്മൾ തിരുക്കുടുംബത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ കുട്ടികളുടെ പ്രാർത്ഥന നടത്തിയപ്പോൾ ഞാൻ ഓർത്തു, തിരുക്കുടുംബത്തിൽ മറിയവും മറിയവും അവർ ഉണ്ണീശ്വരയെ പഠിപ്പിച്ച ആ ഭാഷയിൽ ഇവിടെ പാട്ടുപാടി ഈ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ആ ഭാഷയിലും സാധാരണക്കാർക്ക്, അമ്മമാർക്ക് സംസാരിക്കാനും പാടാനും കഴിയുന്നു എന്നത് ഒരനുഭവം തന്നെയാണ്. തിരുക്കുടുംബം വഴി നമുക്ക് നേടിയ ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞാൻ കരുതുകയാണ്. പരിശുദ്ധ അമ്മയുടെ വലിയൊരു മാധ്യസ്ഥം നമുക്കുണ്ട്. മറിയത്തിൽ വചനം മാംസമായെങ്കിൽ യൗസേപ്പിൽ മാംസം വചനമായി എന്ന് വേദശാസ്ത്രികൾ പറഞ്ഞു വച്ചിട്ടുണ്ട്. മറിയത്തിൽ വചനം മാംസമായി എങ്കിൽ യൗസേപ്പിൽ മാംസം വചനമായി. അത് രണ്ട് വലിയ സന്ദേശങ്ങൾ നമുക്ക് നൽകുന്ന ഒറ്റവാക്യമാണ്. നമ്മൾ നിരന്തരമായിട്ട് ദൈവവചനം കേൾക്കുമ്പോൾ നമുക്കും ദൈവത്തിൻ്റെ വചനമായിട്ട് മാറാനായിട്ട് സാധിക്കും. ഈശോ സിനഗോഗിൽ വന്ന് തിരുവചനം വായിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഇൻ യുവർ ഹിയറിംഗ്, നിങ്ങൾ കേൾക്കുമ്പോൾ. ഇതിവിടെ അർത്ഥവത്തായി വേദശാസ്ത്രത്തിൽ പറയാറുണ്ട്, ഹിയറിംഗ് ഈസ്
bearing. കേൾവിയാണ് ഗർഭധാരണം. ഹിയറിംഗ് ഈസ് ബെയറിംഗ്. അമ്മ ദൈവത്തിന്റെ ശബ്ദം ശ്രവിച്ചു. ആ ശ്രവണത്തിലൂടെയാണ് നമുക്ക് ദൈവത്തെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചത്. അതുകൊണ്ടാണ് ഹിയറിംഗ് ഈസ് ബെയറിംഗ് എന്ന് പറയുന്നത്. എവിടെ നമ്മൾ ദൈവവചനം പറയുന്നുവോ അതിനൊരു വീട് ആവശ്യമാണ്. ആ വചനത്തിന് വസിക്കാനായിട്ട് ഒരു വീട് വേണം. ഇവിടെ 125 വർഷങ്ങളായിട്ട് പറയപ്പെട്ട ആ തിരുവചനങ്ങൾ ഇരിക്കുന്നത് കേട്ടത് നിങ്ങളാണ്, നിങ്ങളുടെ ഹൃദയത്തിലാണ്. അങ്ങനെ ഹൃദയത്തിനിടമില്ലാതെ പോകുന്ന വചനങ്ങൾ പരിശുദ്ധമായിട്ട് പോവുകയാണ്. ഇവിടെ ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചതിൻ്റെ വലിയ ഓർമ്മയും അനുഷ്ഠാനവുമാണ്. നമ്മൾ 2 മണിക്കൂർ ദീപാരാധനയിലായിരുന്നു, പരിശുദ്ധ കുർബാനയിലായിരുന്നു. നന്നായിട്ട് നിങ്ങൾ സജീവമായിട്ട് പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥനയും നല്ല കൊയറായിരുന്നു. അവർക്ക് നമുക്ക് മുഴുവനും ഞങ്ങളുടെ പ്രാർത്ഥനകൾ ചൊല്ലിയൊരു സമയം ക്രമീകരിക്കാൻ കൂടെ വേണ്ടിയായിരുന്നു. നല്ല പാട്ടുകാര്, നന്നായിട്ട് പ്രാർത്ഥിക്കാൻ അറിയാവുന്നവര്. ലിറ്ററിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ലിറ്ററി ഈസ് ദി ആക്ട് ഓഫ് വർഷിപ്പ് ആൻഡ് ദി ടീച്ചർ ഓഫ് ഡോക്ട്രിൻ. ദീപാരാധനയിലാണ്, ലിറ്ററിയിലാണ് നല്ല മജിസ്റ്റേരിയം, ടീച്ചിങ്, ഡോക്ടറിനെല്ലാം നമ്മൾ കണ്ടെത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആഘോഷമായിട്ട് വലിയെത്തിക്കുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നത്. ദൈവവചനം ഒരിക്കലും മാറുന്നില്ല. മാറേണ്ടത് കേൾക്കുന്നവരാണ്, പറയുന്നവരാണ്. നമ്മൾ ദൈവവചനം പഠിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾക്ക് മാറ്റം വരണം, നമ്മുടെ കേൾവിക്കാർക്ക് മാറ്റം വരണം. അപ്പോഴാണ് സഭയുടെ സ്വരം ദൈവത്തിന്റെ സ്വരമായിട്ട് മാറുന്നത്. നമുക്ക് മാറാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ വാക്ക് ദൈവത്തിന്റെ സ്വരമായിട്ട് മാറിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇവിടെ ഈ യുവതിയിൽ നമ്മുടെ പ്രവാചകൻ അദ്ദേഹം കേൾപ്പിച്ച സ്വരം സുവിശേഷത്തിന്റെ സ്വരമായിരുന്നു, ദൈവത്തിന്റെ സ്വരമായിരുന്നു. അതുകൊണ്ടാണ് ഈ വലിയ കാർഷിക മേഖലയെ ഒറ്റ കുടക്കീഴിൽ കൂട്ടിച്ചേർത്ത് ഒറ്റ വീട്ടിലെ അംഗങ്ങളെ പോലെ ഒരേ മനസ്സോടെ ജീവിക്കാൻ നിർമ്മാണമായിട്ട് സാധിക്കുന്നത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിൽ നിന്ന് വലിയ അനുഗ്രഹത്തിന് എപ്പോഴും നമുക്ക് നന്ദി പറയാം. വിദ്യാരന്മാരെയും ഒരിക്കൽ കൂടി ഞാൻ പ്രത്യേകമായി ഓർക്കുന്നു. അവരുടെ വലിയൊരു കഠിനാധ്വാനം അതിൻ്റെ എല്ലാം നമുക്ക് വലിയ ശക്തിയായി നമ്മൾ ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തിന്റെ സ്വരം കേട്ടു. അങ്ങനെ നമുക്ക് കൂടുതൽ കൂടി ഉന്മേഷത്തോടുകൂടി ജീവിക്കാൻ ഇടയാകട്ടെ. നമുക്ക് വലിയ സന്തോഷമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഭാസ്കരൻ സാറും മുൻ മന്ത്രി ജോസഫ് സാറും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരെ കാണാനും കേൾക്കാനും നിങ്ങൾ കാതോർത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഈ വലിയ ഗംഭീരമായ സദസ്സ് ഒരുക്കിയതും വിചാരിച്ചത് ദീർഘവീക്ഷണമാണ്, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ്. അങ്ങനെ നമ്മുടെ അനുഗ്രഹീനമായ വലിയ ഗംഭീരമായ സദസ്സിലാണ് ഈ യുവതി ആഘോഷിക്കുന്നത് കാരണം ചെയ്യപ്പെടുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തോടുകൂടി ഈ ഗംഭീരമായ ശതോത്തര